നമുക്ക് സിനിമയ്ക്ക് പോവാം, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം. നമുക്ക് കളിക്കാം, നമുക്ക് സിനിമയ്ക്ക് പോകാം, നമുക്ക് കഥ പറയാം, നമുക്ക് സിനിമ കാണാം, നമുക്ക് നടക്കാൻ പോകാം. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, സംസാരിക്കാം. ഈ രീതിയിലൊക്കെ പറയണമെങ്കിൽ നമ്മൾ ലെറ്റസ് എന്നാണ് ഉപയോഗിക്കാറുള്ളത്. LET ലെറ്റ്, US അസ്, ലെറ്റസ്. അത് നമ്മൾ സംസാര ഭാഷയിൽ ലെറ്റ്സ് എന്ന് പറയും. ലെറ്റ്സ്, നമുക്കത് ചെയ്യാം. ലെറ്റ്സ് ഡു ഇറ്റ്, നമുക്ക് അത് ചെയ്യാം. ലെറ്റസ് ഡു ഇറ്റ്. അപ്പോൾ സംസാര ഭാഷയിൽ ലെറ്റസ് എന്നുള്ളത് ലെറ്റ്സ് എന്നാവും. ലെറ്റ്സ് പ്ലേ ക്രിക്കറ്റ്, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ലെറ്റ്സ് വാച്ച് എ മൂവി, നമുക്കൊരു സിനിമ കാണാം. ലെറ്റ്സ് ഗോ ടു ദ മാർക്കറ്റ്, നമുക്ക് മാർക്കറ്റിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു സ്കൂൾ, നമുക്ക് സ്കൂളിലേക്ക് പോകാം. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം, പറയാം, എഴുതാം, കഴിക്കാം, കളിക്കാം. ലെറ്റ്സ് പ്ലേ ക്രിക്കറ്റ്. ഇങ്ങനെ ചെയ്യാം, പറയാം, കളിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ട സമയത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ലെറ്റസ് എന്നാണ്. ലെറ്റസ് എന്ന് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് എന്താണോ ചെയ്യേണ്ടത്, കളിക്കുകയാണെങ്കിൽ പ്ലേ, ലെറ്റസ് പ്ലേ. നമുക്ക് സംസാരിക്കാമെന്നാണെങ്കിൽ ലെറ്റസ് സ്പീക്ക്. ലെറ്റസ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം, ഇത് ചെയ്യാം. സ്പീക്ക്, സംസാരിക്കുക, ചെയ്യാം എന്ന് പറഞ്ഞാൽ സംസാരിക്കാം. ലെറ്റസ് വാച്ച് എ മൂവി, ലെറ്റ്സ് വാച്ച് എ മൂവി, നമുക്കൊരു സിനിമ കാണാം. അപ്പോൾ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒരു കാര്യം നമുക്ക് ചെയ്യാം, പറയാം, കേൾക്കാം എന്ന് പറയേണ്ടതായിട്ടുള്ള സന്ദർഭത്തിൽ നമുക്ക് പറയാൻ എളുപ്പമാണ്, ഉപയോഗിക്കാൻ എളുപ്പമാണ് ലെറ്റസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണോ ചെയ്യേണ്ടത് അത് പറഞ്ഞാൽ മതി. ലെറ്റസ് ഡു ഇറ്റ്, നമുക്കത് ചെയ്യാം. ലെറ്റസ് എന്ന് പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാം, പറയാം, എഴുതാം, പോകാം, കഴിക്കാം, ഈ രീതിയിലാണ് പറയുന്നത്. അപ്പം നമുക്കത് ചെയ്യണ്ട, നമുക്കത് കഴിക്കണ്ട, നമുക്ക് സിനിമയ്ക്ക് പോകണ്ട, നമുക്ക് ക്രിക്കറ്റ് കളിക്കണ്ട, ഈ രീതിയിലാണ് വരുന്നതെങ്കിലും അതിൻ്റെ തന്നെ നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് കളിക്കാൻ പോകാം, ഇങ്ങനെയുള്ള സെൻറ്റൻസുകളാണ്. അപ്പം നമുക്ക് കളിക്കാൻ പോകണ്ട, നമുക്കത് കഴിക്കണ്ട, നമുക്കത് ചെയ്യണ്ട. അപ്പം നമുക്കത് ചെയ്യണ്ട എന്ന് ചെറിയൊരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. നമുക്കത് ചെയ്യണ്ട, വി ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. സാധാരണ ഞാനും അങ്ങനെ കേട്ടിട്ടുള്ളത് വി ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്, നമുക്കത് ചെയ്യണ്ട. ഇതിന് എളുപ്പമുണ്ട്, ഈ ലെറ്റസ് ഉപയോഗിച്ച് തന്നെ നമുക്കത് പറയാൻ കഴിയും. ലെറ്റ്സ് നോട്ട് ഡു ഇറ്റ്, ലെറ്റസ് നോട്ട്, അതിൻ്റെ കൂടെ നോട്ടും കൂടി ചേർത്താൽ മതി. അപ്പോൾ ഈ ലെറ്റസ് നോട്ട് എന്നുള്ളതൊരു മോഡലായിട്ട് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. പിന്നെ എന്താണ് പറയേണ്ടത് അത് ചേർത്താം. ലെറ്റസ് നോട്ട്, അത് ചെയ്യണ്ട. എന്താണ്? ലെറ്റസ് നോട്ട് സ്പീക്ക്, ലെറ്റ്സ് നോട്ട് സ്പീക്ക്, നമുക്ക് സംസാരിക്കേണ്ട. ഇനി അവനെക്കുറിച്ച് നമുക്കൊന്നും പറയണ്ട, അവനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട. ലെറ്റ്സ് നോട്ട് സ്പീക്ക് അബൌട്ട് ഹിം, ലെറ്റസ് നോട്ട് സ്പീക്ക് അബൌട്ട് ഹിം, നമുക്ക് അവനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട. ഇനി നമ്മൾക്ക് ക്രിക്കറ്റ് കളിക്കേണ്ട. ലെറ്റസ് നോട്ട് പ്ലേ ക്രിക്കറ്റ്, ലെറ്റ്സ് നോട്ട് പ്ലേ ക്രിക്കറ്റ്, നമുക്ക് ക്രിക്കറ്റ് കളിക്കേണ്ട. ഇനി നമ്മൾക്ക് സ്കൂളിൽ പോകണ്ട എന്നാണെങ്കിലോ, ലെറ്റസ് ഗോ ടു സ്കൂൾ എന്ന് നമുക്ക് സ്കൂളിൽ പോകാം. ലെറ്റ്സ് നോട്ട് ഗോ ടു സ്കൂൾ, ലെറ്റസ് നോട്ട് ഗോ ടു സ്കൂൾ, നമുക്ക് സ്കൂളിലേക്ക് പോകണ്ട. ഇനി നമ്മൾക്ക് നോൺ വെജ് കഴിക്കേണ്ട എന്നാണ് പറയുന്നത്. നമുക്ക് നോൺ വെജ് കഴിക്കാം. ലെറ്റസ് ഈറ്റ് നോൺ വെജ്, ലെറ്റസ് ഈറ്റ് നോൺ വെജ്, ലെറ്റ്സ് ഈറ്റ് നോൺ വെജ്, നമുക്ക് നോൺ വെജ് കഴിക്കാം. അതാദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ലെറ്റസ് നോട്ട് ചേർത്താൽ മതി, വളരെ എളുപ്പമാവും. അപ്പോൾ ലെറ്റസ് നോട്ട്, ലെറ്റ്സ് നോട്ട് ഈറ്റ്, ലെറ്റ്സ് നോട്ട് ഈറ്റ് നോൺ വെജ്, ലെറ്റ്സ് നോട്ട് ഈറ്റ് നോൺ വെജ്. ഇനി നമ്മൾക്ക് സ്കൂളിലേക്ക് പോകണ്ട, സ്കൂളിലേക്ക് പോകണം എന്നാണ് പറയേണ്ടതെങ്കിൽ ലെറ്റ്സ് ഗോ ടു ദ സ്കൂൾ, ലെറ്റ്സ് ഗോ ടു ദ സ്കൂൾ, ലെറ്റസ് നോട്ട് ഗോ ടു ദ സ്കൂൾ, ലെറ്റ്സ് നോട്ട് ഗോ ടു ദ സ്കൂൾ. ഈ രീതിയിൽ ലെറ്റസ് എന്ന് പറയുന്നതിന് ആ ലെറ്റസിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്കത് ചെയ്യണ്ട, കഴിക്കണ്ട, പറയണ്ട, പോകണ്ട, എഴുതണ്ട, സംസാരിക്കണ്ട, കാണണ്ട, ഈ രീതിയിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഓർത്ത് വയ്ക്കാനുള്ളത് ലെറ്റസ് എന്നുള്ളതും, ഇപ്പോൾ ലെറ്റസ് വാച്ച് മൂവി, നമുക്ക് സിനിമ കാണാം. ലെറ്റസ് നോട്ട് വാച്ച് മൂവി, നമുക്ക് സിനിമ കാണണ്ട. ലെറ്റസ് ഗോ ടു സ്കൂൾ, നമുക്ക് സ്കൂളിൽ പോകാം. ലെറ്റ്സ് നോട്ട് ഗോ ടു സ്കൂൾ, നമുക്ക് സ്കൂളിൽ പോകണ്ട. അപ്പോൾ ഒരു കാര്യം ചെയ്യണം എന്നുള്ളതിനെ നമ്മൾ ലെറ്റസ് ഉപയോഗിച്ച് പറയും. അതുപോലെ തന്നെ അത് ചെയ്യണ്ട, പറയണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് പറയേണ്ടതെങ്കിൽ ലെറ്റസ് നോട്ട് ചേർത്തിട്ട് പറഞ്ഞാൽ മതി.
ലെറ്റ് us നോട്ട് വാച്ച് മൂവി, ലെറ്റ്സ് നോട്ട് വാച്ച് മൂവി, നമുക്ക് സിനിമ കാണേണ്ട, അത് നല്ലതല്ല. ലെറ്റ്സ് എക്സസൈസ് അല്ലെങ്കിൽ ലെറ്റ്സ് ഡു എക്സസൈസ്, ലെറ്റ് us നോട്ട് എക്സർസൈസ് എന്നോ അല്ലെങ്കിൽ ലെറ്റ് us നോട്ട് ഡു എക്സസൈസ് എന്നോ എങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ലെറ്റ് us എന്നാണ് നമ്മൾ അതിന് പറയേണ്ടത്. അത് ചെയ്യണ്ട എന്നാണ് അർത്ഥത്തിലാണെങ്കിൽ അതിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. ലെറ്റ്സ് പ്ലേ ക്രിക്കറ്റ്, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ലെറ്റ്സ് നോട്ട് പ്ലേ ക്രിക്കറ്റ്, ലെറ്റ് us നോട്ട് പ്ലേ ക്രിക്കറ്റ്, നമുക്ക് ക്രിക്കറ്റ് കളിക്കണ്ട. അപ്പോൾ ഒന്ന് കളിക്കാം എന്നുള്ളതായി അതിൻ്റെ നെഗറ്റീവിന് വേണ്ടിയിട്ട് ആ ലെറ്റസിനോട് കൂടെ തന്നെ നോട്ട് ചേർക്കുക. അപ്പോൾ ഈ ഫോം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ലെറ്റസ് എന്നുള്ളതും അതുപോലെ തന്നെ ലെറ്റസ് നോട്ട് എന്നുള്ളതും. ലെറ്റസ് എന്നുള്ളത് ഒരു കാര്യം ചെയ്യാം, പറയാം, കഴിക്കാം, പോകാം, എഴുതാം. ഈ രീതിയിൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ പറയണോ അപ്പോൾ ലെറ്റസ് ഉപയോഗിച്ചിട്ട് പറയാം. ലെറ്റസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യണ്ട, പറയണ്ട, എഴുതണ്ട. ലെറ്റസ് നോട്ട് ഈറ്റ് നൗ, നമുക്കിപ്പോൾ കഴിക്കണ്ട. അപ്പോൾ ഒരു കാര്യം ചെയ്യണ്ട, കഴിക്കണ്ട, പോകണ്ട, കാണണ്ട, കളിക്കണ്ട, ഈ രീതിയിൽ പറയണമെങ്കിൽ ലെറ്റസ് നോട്ട് വെച്ച് പറയാം. വി ഡോണ്ട് വാണ്ട് എന്ന് പറയണ്ട. അതിലൂടെ കുറച്ചും കൂടെ നല്ല ഒരു യൂസേജാണ്, അന്തസ്സുള്ള യൂസേജാണ് ലെറ്റസ് നോട്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം, പറയണം എന്നുള്ള രീതിയിലാണ് വരേണ്ടതെങ്കിൽ, ചെയ്യാം, പോകാം, കഴിക്കാം എന്നുള്ള രീതിയിലാണെങ്കിൽ ലെറ്റസ് വെച്ച് പറയാം. അപ്പോൾ ചെയ്യണ്ട, പറയണ്ട, പോകണ്ട, കഴിക്കണ്ട, കാണണ്ട എന്നാണെങ്കിൽ ലെറ്റസ് നോട്ട്. ഈ രൂപമാണ് ഓർമ്മിച്ച് വെച്ചാൽ മതി. പിന്നെ എന്തോ പറയാനുള്ളത് അതാണ് ചേർത്താൽ മതി. അപ്പോൾ വളരെ എളുപ്പമാവും ആ ലെറ്റസും ലെറ്റസ് നോട്ടും. താങ്ക് യു.